ഛാന്ദാഗ്യോപനിഷത്തിൽ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി, അദ്ദേഹം മഹാപണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ശ്വേതകേതുവിനെ തനിക്കറിയുന്നതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ഒന്നും പഠിക്കണ്ട, ഇനി ജപവും പൂജയും നടത്തിയാൽ മതി എന്നല്ല പറഞ്ഞത്. ഉദ്ദാലകാരുണി അധ്യാപകനായിരുന്നു. എന്താ ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? അധ്യാപകൻ ശ്രീനാരായണൻ ഗുരുവാകുന്നത് എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരു കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഗുരുവാണ്. കാലത്തിനും ദേശത്തിനും അപ്പുറത്തും ഗുരുവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ പോപ്പ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞത് കേട്ടിട്ടില്ലേ? പത്രത്തിൽ വലിയ വാർത്തയായിരുന്നല്ലോ. കാലത്തിനപ്പുറത്ത് ദേശത്തിനപ്പുറത്തേക്ക് ഗുരുവിൻ്റെ ദർശനങ്ങൾ പോവുകയാണ്. എല്ലാ കാലത്തേക്കും പ്രസക്തമാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ, എല്ലാ ദേശത്തും പ്രസക്തമാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ. എന്താ ഗുരു എന്ന വാക്കിനർത്ഥം? ഗുരു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഗും രുഗ്യതേ, ഇരുട്ട് തടയുന്നവനാരോ അവൻ ഗുരു. നമ്മുടെ ഉള്ളിലെല്ലാം വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനകത്തേക്ക് അന്ധകാരം പ്രവേശിക്കുന്നത് തടയുന്നവനാണ് ഗുരു. മനസ്സിലായോ? അതാണ് ഗും രുഗ്യതേ ഇതി ഗുരു. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് പ്രവേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാനൊരു സൂത്രമുണ്ട്, അറിയാവോ? ആ സൂത്രം നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് കയറിപ്പോയാൽ ആ ഇരുട്ടിനെ പുറത്ത് കളയാൻ ഒരു സൂത്രം നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അറിയാമോ ആർക്കെങ്കിലും ആ സൂത്രം എന്താണ്? പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം, ഈ സൂത്രം നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ്. ഞാൻ ആ സൂത്രം സംസ്കൃതത്തിൽ പറഞ്ഞിട്ട് മലയാളം പറഞ്ഞു തരാം. രാശബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശഭീര്യാജ മകാരശ്ച കവാടവേൽ. സംസ്കൃതത്തിൻ്റെ മലയാളം: രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും അന്ധകാരവും പുറത്തു പോകണം. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വയപൂട്ടണം. രാമ 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 എന്ന് ജപിക്കാറില്ലേ? എന്തിനാ രാമ രാമ എന്ന് ജപിക്കുന്നത്? രാമൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ആ ചിന്തയാകുന്ന മണിമന്ദിരത്തിലാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടത്.